അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 179. രാജൻ ആ നിമിഷം ഒന്ന് ഓർത്തു നോക്കി. ഭദ്രൻ വീശിയടിച്ച കവിള് പൊത്തിപ്പിടിച്ചുകൊണ്ട് രാജൻ അയാളെ തുറച്ചു നോക്കി. എടാ നീ എന്നെ! അയാള് ഭദ്രന് നേരെ ചീറി. മിണ്ടരുത്, മിണ്ടരുത് നിങ്ങള്! വീട്ടിൽ സ്വന്തമായിട്ട് ഒരുത്തി ഉണ്ടായിട്ടും തനിക്ക് എന്റെ ഭാര്യ കൂടി വേണല്ലേടോ! ഭദ്രൻ കലിപൂണ്ട് രാജന്റെ ജുബയിൽ കുത്തിപ്പിടിച്ച് അയാളുടെ മുഖത്തേക്ക് മാറി മാറി അടിച്ചു. എന്നിട്ടും കലിയടങ്ങാതെ അയാളെ റൂമിൽ നിന്ന് പുറത്തേക്ക് തള്ളി. അയാൾ നേരെ ഹാളിൽ പോയി വീണു. ഇറങ്ങിക്കോണിപ്പൻ്റെ വീട്ടിൽ നിന്ന്! നിങ്ങൾക്കൊക്കെ തരാനുള്ളത് എൻ്റെ അച്ഛൻ തന്നില്ലേ? ഇനി വളപ്പിൽ കാലുകുത്തിയ ഏട്ടനാന്ന് ഞാൻ നോക്കില്ല, കൊന്നു തള്ളും തന്നെ! ഭദ്രൻ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി. പക്ഷെ അപ്പോഴും നിറഞ്ഞൊഴുകിയത് ഭദ്രന്റെ കണ്ണുകൾ തന്നെയാണ്. സഹിക്കാൻ കഴിയാത്ത വിധം നെഞ്ചിലൊരു ഭാരം തോന്നി അയാൾക്ക്. സ്വന്തം ചോരയാണ്. എന്നിട്ടും അയാൾ കണ്ണുകൾ അമർത്തി തുടച്ചു. ഭദ്രേട്ടാ, മതി, വിട്ടേക്ക്! സീത ഭദ്രന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കരഞ്ഞോണ്ട് പറഞ്ഞു. കരയല്ലേ! അയാൾ സീതയെ ആശ്വസിപ്പിച്ചു. രാജൻ നിലത്തൂന്ന് എഴുന്നേറ്റ് അയാളെ പകയോടെ നോക്കി. നിന്റെ ഭാര്യ എന്നെ വിളിച്ചു കയറ്റിയതാടെ ഇങ്ങോട്ട്, അല്ലാതെ ഞാൻ എന്തിനാ ആരുമില്ലാത്ത നേരത്തെ ഇങ്ങോട്ട് വരണം? കാര്യം അറിയാതെ സ്വന്തം ഏട്ടന്റെ ദേഹത്താ നീ കൈവച്ച്. വെറുതെ വിടില്ല നിന്നെ ഇവിളി ഞാൻ! അയാൾ ചുണ്ടിലെ ചോര തുടച്ചു നീക്കി അപ്പോഴും പകയോടെ പറഞ്ഞു. ഡോ! സീത അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി അലറി. സീതേ! ഭദ്രൻ ശാസനയോടെ വിളിച്ചു. ഭദ്രേട്ട, ഇയാള്! സീത വിതുമ്പി. അപ്പോഴേക്കും ജ്വാല ഉറക്കത്തിന്ന് ഉണർന്ന് ബെഡിൽ കിടന്ന് കരച്ചിൽ തുടങ്ങിയിരുന്നു. നീ മുത്തിന്റെ അടുത്തേക്ക് ചെല്ല്, മോള് കരയുന്നു, അയാള് പറഞ്ഞു. സീത തലയാട്ടിക്കൊണ്ട് പെട്ടെന്ന് റൂമിലേക്ക് കയറിപ്പോയി. ഭദ്രൻ രാജന്റെ തൊട്ടുമുന്നിൽ വന്നു നിന്നു. രാജനും അയാളെ തന്നെ ഉറ്റുനോക്കി. എന്റെ ഭാര്യ എങ്ങനെയുള്ളവളാണെന്ന് നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എനിക്ക്. അവൾ എനിക്കറിയാം. ഞാനില്ലാതായ പോലും അവൾ മറ്റൊരാളെ എൻ്റെ സ്ഥാനത്ത് ചിന്തിക്കുക പോലും ചെയ്യില്ല. അത്രയും പ്രണയിക്കുന്നുണ്ട് അവൾ എന്നെ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യയോടുള്ള വിശ്വാസം നിങ്ങളുടെ വായിന്ന് വീഴുന്ന ഈ വിഷം കേട്ടതുകൊണ്ട് ഇല്ലാതാവുന്നതല്ല. ഇനി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോവിടെന്ന്! ഭദ്രൻ പല്ല് കടിച്ചു. രാജന്റെ തല താണു. ഭദ്രന് സീത ഇത്രത്തോളം വിശ്വാസം ഉണ്ടാവുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അയാളൊരു നിമിഷം അരുന്ധതി അയാളെയും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കി. ഇല്ല, ഒരിക്കലും അരുന്ധതി സീതയെ പോലെ ആവില്ല. അരുന്ധതിക്ക് എന്നോട് പ്രണയമുണ്ടോ അതിന്? അറിയില്ല. എനിക്കും അവളോട് അങ്ങനൊന്നില്ല. അയാൾ ഭദ്രനെ ഒന്നുകൂടി നോക്കി പെട്ടെന്ന് പുറത്തേക്ക് നടന്നു. ഇനി ഒരിക്കലും ഈ പടി കടന്നു വരരുത്. വന്നാ ഇപ്പൊ ഇവിടെ ഉണ്ടായത് മുഴുവനും അച്ഛനും അമ്മയും അറിയും. മകനാണെന്ന് പോലും ഓർക്കാതെ അച്ഛൻ ചിലപ്പോൾ നിങ്ങളെ കൊന്നുകളയും. ഭദ്രൻ പുറകീന്ന് വിളിച്ചു പറഞ്ഞു. രാജൻ അയാളെ ഒന്ന് തിരിഞ്ഞു നോക്കി പെട്ടെന്ന് പുറത്തേക്ക് പാഞ്ഞു. ഓർമ്മകളിൽ നിന്നും തിരികെ വരുമ്പോൾ രാജന്റെ മുഖം വെലിഞ്ഞു മുറുകിയിരുന്നു. അവനെന്നെ അടിച്ചതിനു പകരം അവനെ ഞാൻ തന്നെ തീർത്തേനെ എങ്ങനെയെങ്കിലും. പക്ഷെ അന്ന് രാത്രി തന്നെ ഒരു അറ്റാക്കിന്റെ രൂപത്തിൽ അവൻ തീർന്നു. സ്വന്തം ഏട്ടൻ അനിയന്റെ ഭാര്യയെ സ്വന്താക്കാൻ നടക്കുന്നത് ആർക്കാ സഹിക്കുക? അതുകൊണ്ട് അവൻ പോയി. അതായിരുന്നു കാരണമെന്ന് ഭദ്രൻ മരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞ്. അന്ന് ഒരു ലഹരിയായി തോന്നിയ ആ നിമിഷത്തെ അയാൾ ഇത്തവണ ഒരു അസ്വസ്ഥതയോടെ ഓർത്തെടുത്തു. ഭദ്രൻ മരിച്ച് 2 ദിവസത്തിന് ശേഷം. ഭദ്രന്റെ മരണം മംഗലത്തുള്ളവരെ പൂർണ്ണമായിട്ടും ഞെട്ടിച്ചിരുന്നു. സീത അപ്പോ വീണുപോയതാണ്. കണ്ണീന്നൊഴുകുന്ന കണ്ണുനീര് കൊണ്ട് മാത്രം അവരുടെ ശരീരത്തിൽ ജീവനുണ്ടെന്ന് മനസ്സിലാക്കാം. രാജനും അരുന്ധതി, അംബികയും കേശവനും കുട്ടികളും എല്ലാം അവിടെയുണ്ട്. ജ്വാല മുത്തശ്ശിയുടെ ഒപ്പമാണ്. സീത മറ്റേതോ രോഗത്തിൽ എന്നതുപോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ജ്വാലയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവരായിരുന്നു. അംബികയെ നല്ല വിഷമത്തിലായിരുന്നു. എത്രയൊക്കെയായാലും ഏട്ടനാണ്. പക്ഷെ രാജന്റെ ഉള്ളിൽ സന്തോഷം മാത്രമാണ്. അല്പം പോലും ഉള്ളിൽ നോവ് തോന്നിയില്ല അയാൾക്ക്. കണ്ണുകൾ ഹാളിന്ന് ഭദ്രന്റെ റൂമിലേക്ക് നീണ്ടു. അവിടെ ബെഡിൽ ഒരു രൂപം കിടക്കുന്നുണ്ട്. ഇനി ആരും തനിക്ക് മുന്നിൽ ഒരു തടസ്സമല്ല എന്ന പോലെ അയാളിൽ വിജയച്ചിരി വിരിഞ്ഞു. കേശവൻ എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അംബികയ്ക്കും അയാൾക്കൊപ്പം തിരികെ പോവേണ്ടി വന്നു. സ്വന്തം കൂടപ്പിറപ്പ് മരിച്ചിട്ട് കുറച്ചു ദിവസം പോലും അവിടെ തങ്ങാൻ അവർക്ക് സമയമുണ്ടായിരുന്നില്ല. മക്കളെയും കൂട്ടി അവർ പോയതും അരുന്ധതിക്കും പോവണമെന്നായി. രാജൻ അവരെ പറഞ്ഞു വിട്ടു. അയാൾ വരുന്നില്ല എന്നും പറഞ്ഞു. രാജനെങ്കിലും ഈ സമയം തങ്ങൾക്കൊപ്പം ഉണ്ടല്ലോ എന്ന ആശ്വാസം ആ 2 വൃദ്ധരെ നിറഞ്ഞപ്പോ ഒന്നും അറിയാതെ ബെഡിൽ കിടന്നുറങ്ങുന്ന സീതയിൽ തന്നെ ആയിരുന്നു അപ്പോഴും അയാളുടെ കണ്ണുകൾ. രാത്രിയിൽ ഭാനുമതി എന്തൊക്കെയോ നിർബന്ധിച്ച് സീതയെ കൊണ്ട് കഴിപ്പിച്ചു. കരുണനും ഭാര്യയും രാത്രിയായപ്പോഴാണ് അവരുടെ വീട്ടിലേക്ക് മടങ്ങിയത്. അതുവരെ അവരും അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും ചെറുപ്രായത്തിൽ വിധവയാവേണ്ടി വന്ന തങ്ങളുടെ മകളെ കണ്ടു നിൽക്കാൻ ആ മാതാപിതാക്കൾക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. ആരൊക്കെ മംഗലത്തുണ്ടെന്ന് പോലും സീതയ്ക്ക് അറിയുമായിരുന്നില്ല. സ്വയം ഒരു കാര്യങ്ങളും ചെയ്യാൻ പോലും വയ്യാതെ ആ ബെഡിൽ അവർ ഒരേ കിടപ്പ് കിടന്നു. വാസുദേവനും ഭാനുമതിയും ജ്വാലയെ കൊണ്ടുപോയി സീതയ്ക്കൊപ്പം അല്പനേരം ഇരുത്തിയെങ്കിലും മകളെ കെട്ടിപ്പിടിച്ച് സീത പൊട്ടിക്കരഞ്ഞു. അത് കാണാൻ വയ്യാതെ ജ്വാലയെ ഭാനുമതി മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി. അവൾക്കൊപ്പം ഭാനു കിടക്കാന്ന് പറഞ്ഞെങ്കിലും സീത അത് സമ്മതിച്ചില്ല.
ഭാനുമതി ഒരുപാട് നിർബന്ധിച്ചെങ്കിലും സീത അവരെ ജ്വാലയ്ക്കൊപ്പം അവരുടെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. അവരുടെ സമാധാനത്തിന് വേണ്ടി സീത ഡോറ് കുറ്റിയിടാതെ കിടന്നു. രാജൻ മാത്രമേ അവരെ കൂടാതെ ആ വീട്ടിലുള്ളൂന്ന് ആ പാവ സ്ത്രീ അറിഞ്ഞിരുന്നില്ല. രാത്രിയിൽ ബെഡിൽ കിടന്ന് തേങ്ങുകയാണ് സീത. എന്നാലും എന്നെ നമ്മുടെ മുത്തിനെ വിട്ട് പോയി കളഞ്ഞല്ലോ ഭദ്രേട്ട. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കുക? അവര് തേങ്ങിക്കൊണ്ട് ചോദിച്ചു. ഒരു തണുത്ത കാറ്റ് അവരെ തഴുകി കടന്നു പോകുന്നത് പോലെ സീതയ്ക്ക് തോന്നി. അവരൊന്ന് ചിരിച്ചു. എനിക്കറിയാം എന്റെ കൂടെ തന്നെ ഉണ്ടാവൂന്ന്. അവള് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാൻ ജീവിക്കും ഭദ്രേട്ട. നമ്മുടെ മോള് അവൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. എന്നാലും ആ രാജൻ എന്നോട് പെരുമാറിയ രീതി ആലോചിച്ച് ടെൻഷൻ അടിച്ചൊടുവിൽ പോയി കളഞ്ഞില്ല എന്നെ വിട്ട്. അവരുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. അതേ നിമിഷം തന്നെ അവർ കിടക്കുന്ന റൂമിന്റെ ഡോർ അകത്തുനിന്ന് ലോക്ക് വീണിരുന്നു. സീത അതൊന്നും അറിഞ്ഞിരുന്നില്ല. മുത്തിനെ ഞാൻ നന്നായി നോക്കിക്കോളാട്ടോ ഭദ്രേട്ട. ഏട്ടൻ ഒരിക്കലും വിഷമിക്കരുത്, അവൾ അയാൾ അടുത്തുള്ളതുപോലെ പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് തന്റെ ഇടുപ്പിലായി ഒരു കൈയമർന്നതും സീത ഞെട്ടലോടെ ബെഡിൽ നേരെ കിടന്നു. കണ്ണിൽ കാമം നിറച്ച് തനിക്കരികിൽ അയാൾ, ദേവരാജൻ. സീത നടുങ്ങിപ്പോയി. ഞെട്ടലോടെ ബെഡിന്ന് ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു മുന്നേ അവരുടെ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിരുന്നു രാജൻ. പിടഞ്ഞെഴുന്നേൽക്കാൻ നോക്കിയ സീതയുടെ കൈകളും ഞൊടിയിടയിൽ ഒരുമിച്ച് കൂട്ടിക്കെട്ടിക്കൊണ്ട് അയാൾ കട്ടിലേക്ക് ആ തുണി ചേർത്ത് കെട്ടി. സീത കാലുകൾ ഉയർത്തി അയാളുടെ നെഞ്ചിൽ ഊക്കോടെ ചവിട്ടി. അയാൾ നിലത്തേക്ക് വീണുപോയി. പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റുകൊണ്ട് അയാൾ സീതയുടെ ചെവി നോക്കി രണ്ട് കൊടുത്തു. പക്ഷെ എന്നിട്ടും വീണ്ടും ഉയർന്നു വന്ന കാലുകളെ കൂടി അയാൾ ബന്ധിച്ചു. സീത പകപ്പോടെ അയാളെ നോക്കി. രാജൻ അവരെ പുച്ഛത്തോടെ നോക്കി അവർക്ക് അടുത്തേക്കിരുന്നു. സീതയ്ക്ക് ഭയം തോന്നി. നീ എന്തിനാ സീത എന്നെ ചവിട്ടിയെ? അതുകൊണ്ടല്ലേ ഞാനും, പറഞ്ഞുകൊണ്ട് അയാൾ അവളുടെ കവിളി തൊട്ടു. സീത മുഖമൊന്ന് തിരിച്ചു. രാജൻ രണ്ട് കൈകൊണ്ടും ആ മുഖം തനിക്ക് നേരെ തിരിച്ചു. ആരും വരില്ല സീതയെ നിന്നെ ഇപ്പോൾ രക്ഷിക്കാൻ. അതുകൊണ്ട് ഈ നിമിഷം രാജൻ വർഷങ്ങൾക്ക് മുന്നേ തോന്നിയ നിന്നോടുള്ള മോഹം തീർക്കാൻ പോവാ. പറയുന്നതിനോടൊപ്പം അയാൾ അയാളിൽ നിന്ന് ഷർട്ടഴിച്ചു മാറ്റി. സീതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത നിസ്സഹായ അവസ്ഥ. എന്റെ അനിയനപ്പോ ഈ ഏട്ടന്റെ പ്രവൃത്തി ആലോചിച്ച് ചത്തുപോയതാണല്ലേ? ഷോ, സാരല്ല, അവൻ പോട്ടെ, നിനക്ക് ഞാനില്ലേ. അതും പറഞ്ഞുകൊണ്ട് അയാൾ പെട്ടെന്ന് അവരിൽ നിന്ന് അവരുടെ സാരി അടർത്തി മാറ്റി. സീത കണ്ണുകൾ ഇറുകെ പൂട്ടി. ഭദ്രേട്ട, ഉള്ളിൽ അലറിക്കരഞ്ഞുകൊണ്ട് സീത വിളിച്ചു. ആരെങ്കിലും ഇപ്പൊ ഒന്ന് വന്നിരുന്നെങ്കിൽ. അവളുടെ കണ്ണുകൾ പെയ്തു, ഒരിക്കലും അവസാനിക്കാതെ. ശരീരത്തിൽ തണുപ്പടിച്ചപ്പോഴാണ് താൻ നഗ്നയാണെന്ന് അവർക്ക് മനസ്സിലായത്. പകപ്പോടെ കണ്ണുകൾ വലിച്ചു തുറന്നു സീത. എന്റെ സീതെ, നീ എന്തൊരു സുന്ദരിയാ. നിന്റെ ഈ സൗന്ദര്യത്തിന് മുന്നിൽ അരുന്ധതി ഒന്നുമല്ല, അയാൾ ഭക്ഷണത്തരത്തിൽ പറഞ്ഞു. കരയുകയല്ലാതെ ആ പാവം പെണ്ണ് എന്തു ചെയ്യാനാ? നിമിഷങ്ങൾ നീങ്ങുന്നതറിഞ്ഞു. ശരീരത്തിൽ രാജൻ അമരുന്നതും ആ പുഴുവിനെ തന്നീന്ന് അകത്തി മാറ്റാൻ കഴിയാതെ സീത പിടഞ്ഞു. രാജന്റെ മുഖം അവളിലാകെ അലഞ്ഞു. ഒടുവിൽ അവളിൽ തളർന്നു വീണുകൊണ്ട് അയാൾ അവളുടെ വായിലെ ടേപ്പ് മാറ്റി ആ ചുണ്ടിൽ കൂടി ചുംബിച്ചു. സീത പൊട്ടിക്കരഞ്ഞുപോയി. ഞാൻ മോഹിച്ചത് ഇത്രയായിരുന്നു. നീ എന്തിനാ വെറുതെ അത് ഭദ്രനോട് പറഞ്ഞേ? അതുകൊണ്ടല്ലേ അവൻ ഈ ഭൂമിന്ന് പോയേ? അവളുടെ ദേഹത്തുനിന്ന് അടർന്നു മാറി നിലത്ത് കിടന്ന സാരി അവരുടെ ദേഹത്തേക്ക് ഒരു പുച്ഛത്തോടെ വലിച്ചെറിഞ്ഞുകൊണ്ട് അയാൾ അവരുടെ കെട്ടുകൾ നീക്കി. സീത ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അയാളെ നോക്കി. ഇതാരോടും പറയരുത് സീതെ. പറഞ്ഞാ പിന്നെ നിന്റെ മകളെ ഞാൻ തീർക്കും. രാജൻ മുരണ്ടു. സീത അയാൾക്ക് നേരെ കൈകൂപ്പി. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ? ഞാനും എൻ്റെ ഭർത്താവും എന്ത് ദ്രോഹം നിങ്ങളോട്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവര് ചോദിച്ചു. തന്റെ ഭർത്താവിന് മാത്രം സ്വന്തമായിട്ടുള്ള ശരീരം പിച്ചു ചീന്തി അയാളെ കൊല്ലാനുള്ള പകയായിരുന്നില്ല, സ്വയം തന്റെ ശരീരം തന്നെ കത്തിക്കാനുള്ള ദേഷ്യമായിരുന്നു സീതയിൽ അപ്പോൾ. നിന്നെ ഞാൻ പണ്ടേ മോഹിച്ചതാ, പക്ഷെ കിട്ടില്ലാന്ന് കരുതി. പക്ഷെ കിട്ടി, നീ കൊള്ളാം. അയാൾ സ്വയം ചുണ്ടു നനച്ചു. ദൈവം എന്നൊരു ശക്തി ഭൂമിയിലുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കും ദേവരാജ. സീതയെ പറയുന്നേ. ഒരു പെണ്ണിന്റെ മാനം അവളെ കെട്ടിയിട്ട് സ്വന്താക്കിയ താൻ അനുഭവിക്കും. നരകിച്ചേ മരിക്കൂ താൻ. അവര് തേങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. രാജൻ അവളെ പുച്ഛത്തോടെ നോക്കി. അങ്ങനെയാണോ? അങ്ങനെ എനിക്കിട്ട് പണിയെന്ന് പറഞ്ഞവനാ ഇപ്പോ ചത്തു തൊലഞ്ഞ് മുകളിൽ കിടക്കുന്നേ. അതുകൊണ്ട് വേണ്ടാത്ത വർത്താനൊന്നും വേണ്ട. ഇനി നീ ജീവിക്കും നിന്റെ മകളുടെ കൂടെ. എന്റെ ആവശ്യം കഴിഞ്ഞു. അതും പറഞ്ഞ് വസ്ത്രം ഇട്ടുകൊണ്ട് അയാൾ ഡോറ് തുറന്നു. നീ അനുഭവിക്കോടാ. ചെയ്തു കൂട്ടിയതിനെല്ലാം ചേർത്ത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ. എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് ഒരിക്കലും നിനക്ക് മാപ്പില്ല. പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന അയാളെ നോക്കി സീത വിളിച്ചു പറഞ്ഞു. പക്ഷെ പുച്ഛം മാത്രമായിരുന്നു രാജനിൽ. ഒപ്പം ആഗ്രഹിച്ച് നേടിയ സന്തോഷവും. മണിക്കൂറുകൾ ഒരുപാട് മുന്നോട്ടു പോയി. സീത വസ്ത്രം ധരിച്ച് പതിയെ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. നേരെ പോയത് ഭാനുമതി കിടക്കുന്ന റൂമിലേക്കാണ്. അവിടെ അവർക്കൊപ്പം തന്നെ ജ്വാലി സുഖമായിട്ട് ഉറങ്ങുകയാണ്. സീത പതിയെ അവൾക്കടുത്തായിരുന്നു. മുത്തേ, മനസ്സിൽ ആ അമ്മ പതിയെ വിളിച്ചു. വെയ്യട അമ്മയ്ക്ക്.
അച്ഛയില്ലാത്ത ഈ ലോകത്ത് എൻ്റെ മോൾക്ക് വേണ്ടിയെങ്കിലും ജീവിക്കണമെന്ന് കരുതിയത് അമ്മ. പക്ഷെ ഇനി അമ്മയ്ക്ക് അതിന് പറ്റില്ല. അമ്മ നശിച്ചുപോയി. അമ്മയ്ക്ക് പറ്റുന്നില്ല. അവര് വാപൊത്തി കരഞ്ഞു. പതിയെ കുഞ്ഞി ജ്വാലയുടെ കുഞ്ഞി ചുണ്ടിലും നെറ്റിയിലും കവിളിലും സീത വാത്സല്യത്തോടെ ചുംബിച്ചു. അമ്മ! ഉറക്കത്തിൽ ജ്വാല വിളിച്ചു. സീത വാപൊത്തി പിടിച്ചു. മുത്തേ, മുത്തശ്ശനും മുത്തശ്ശിയും നോക്കൂ എൻ്റെ മോളെ. അമ്മ അച്ഛൻ വിളിക്കുന്നുണ്ട്. അമ്മയ്ക്ക് പോകണം. അറിയില്ല ഈ ലോകത്ത് അമ്മയും അച്ഛനും ഇല്ലാതെ എൻ്റെ മോൾ എങ്ങനെ കഴിയൂന്ന്. പക്ഷേ അമ്മ സ്വാർത്ഥയായി പോവുക. ഇനിയൊരു നിമിഷം പോലും ജീവിക്കാൻ കഴിയാത്തതുപോലെ. അമ്മയുടെ പൊന്നുമോൾ എന്നോട് ക്ഷമിക്ക്. അവരാ കുഞ്ഞിക്കാലുകളിൽ പിടിമുറുക്കി. അവരുടെ കണ്ണുനീർ ജ്വാലയുടെ കാലിൽ ഇറ്റു വീണു. അമ്മ പോവാ മുത്തേ. അച്ഛയുടെ അടുത്ത് ഉണ്ടാവും അമ്മ. എൻ്റെ മോൾ ഇവിടെ തനിച്ചാണെന്ന് അറിയാം. കൂടെ കൊണ്ടുപോവാൻ തോന്നുന്നുണ്ട് അമ്മയ്ക്ക്. പക്ഷേ അങ്ങനൊരു പാപം കൂടി ഞാൻ. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പതിയെ ഭാനുവിന്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മോളെ നോക്കിക്കോണേ, ഏൽപ്പിക്കുക ഞാൻ. മനസ്സിൽ തേങ്ങളോടെ പറഞ്ഞുകൊണ്ട് അവർ ജ്വാലയെ ഒരിക്കൽ കൂടി നോക്കി ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. തൊട്ടടുത്ത റൂമിൽ പോയി വാസുദേവനെ കണ്ടു. എൻ്റെ ഭദ്രേട്ടനെ മാത്രം സ്വീകരിച്ച ഈ ശരീരം ചീത്തയായിപ്പോയി അച്ഛ. രാജൻ എന്നെ. അവര് തേങ്ങി. ഞാൻ പോവാ അച്ഛ. അയാളെ സൂക്ഷിക്കണം. എൻ്റെ മോളെ നോക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് അയാളുടെ തലയണയ്ക്കരികിലായി ഒരു കത്തും വെച്ചുകൊണ്ട് സീത പതിയെ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞതും എന്തോ ഒരു സ്വപ്നം കണ്ട് വാസുദേവൻ ഞെട്ടി എഴുന്നേറ്റു. അയാളുടെ തൊണ്ട വരണ്ടു. കട്ടിലിന്റെ അടുത്ത് വെച്ചിരിക്കുന്ന കൂജയിൽ നിന്നും വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് അയാൾ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. സീതയാണ് സ്വപ്നം കണ്ടത്. അവൾ കരയുന്നു. അയാളുടെ കാലുകൾ സീതയുടെ റൂമിലേക്ക് ചലിച്ചു. തുറന്നു കിടക്കുന്ന വാതിൽ കണ്ട് അയാൾ പെട്ടെന്ന് ആ റൂമിലേക്ക് കയറി. പക്ഷെ അകത്തെ കാഴ്ച കണ്ട് വാസുദേവൻ തറഞ്ഞു നിന്നു. ഒരു സാരിയിൽ തൂങ്ങി നിൽക്കുന്ന സീത. അവരുടെ നാക്ക് പുറത്തേക്ക് ഉന്തിയിരിക്കുന്നു. വിറങ്ങലിച്ച് നിന്നുപോയി വാസുദേവൻ. മോളെ സീതേ! ഒരലർച്ചയോടെ അയാളെ വിളിച്ചു. ഉറക്കെ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. ചതിച്ചല്ലോ എൻ്റെ ഈശ്വര! അയാൾ നിലത്തേക്ക് വീണുപോയി. ശബ്ദം കേട്ട് അപ്പോഴേക്കും രാജനും ഭാനുമതിയും പുറത്തേക്ക് വന്നിരുന്നു. മുന്നിലെ കാഴ്ച കണ്ട് അവരും നടുങ്ങിപ്പോയി. രാജന്റെ കണ്ണുകൾ മിഴിഞ്ഞു. നെഞ്ചിടിപ്പ് ഉയർന്നുപോയി. ചതിച്ചല്ലോ! അയാളും അറിയാതെ പറഞ്ഞുപോയി. ശബ്ദം കേട്ട് സീതയെ കാണാൻ റൂമിലേക്ക് ഓടി വന്ന ജ്വാല കണ്ടത് അമ്മയുടെ കാലുകളാണ്. ആ കഴുത്ത് ഒരു തുണിയിലാണെന്ന് മാത്രമേ ആ കുഞ്ഞിപ്പെണ്ണിന് മനസ്സിലായുള്ളൂ. യോ മുത്തശ്ശ, എന്റെ അമ്മ! അമ്മയ്ക്ക് നോവും, അയച്ചുവിട്. കുഞ്ഞു ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ട് അവള് പറഞ്ഞു. ആ പൂച്ചക്കണ്ണുകൾ നിറഞ്ഞൊഴുകി. ബെഡിൽ കിടക്കുന്ന ഭദ്രന്റെ സീതയുടെ ആൽബത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒന്നും മനസ്സിലാവാതെ ആ പെണ്ണ് അവിടെ ഇരുന്നു. എന്റെ അമ്മയ്ക്ക് നോവും. അപ്പോഴും അവള് പറഞ്ഞു. ഓർമ്മകളിൽ നിന്ന് തിരികെ വന്ന രാജന്റെ മുഖം ആകെ വിയർത്തിരുന്നു. അന്ന് സീത പറഞ്ഞ വാക്കുകൾ, അവളുടെ പ്രാക്ക്, എല്ലാം സത്യവൻ പോകുന്നത് പോലെ. അഗ്നിദേവ് അവനെല്ലാം അറിഞ്ഞിരിക്കുന്നു. അവനെന്ന് എന്തെങ്കിലും ചെയ്യും. അയാൾ പേടിയോടെ സ്വയം പറഞ്ഞു. മരണത്തെ ദേവരാജൻ ഭയക്കാൻ തുടങ്ങിയിരിക്കുന്നു. പിറ്റേന്ന് പോലീസ് വന്ന സംശയത്തോടെ ആ ഡെഡ് ബോഡി പരിശോധിച്ചുവെങ്കിലും ആ സംശയം ബലപ്പെടും മുന്നേ രാജൻ പണം കൊടുത്ത് പോലീസുകാരെയും തന്റെ കയ്യിലെടുത്തിരുന്നു. സീതയുടെ മരണത്തിൽ പകച്ചു നിന്ന ആ കുടുംബത്തിന് മുന്നിൽ നല്ലവനായി നിൽക്കുന്നതിനിടയിൽ എന്തോ ആവശ്യത്തിനായി വാസുദേവന്റെ റൂമിലേക്ക് കയറിയപ്പോഴായിരുന്നു സീത എഴുതിയ കത്ത് അയാളുടെ കണ്ണിൽ പെടുന്നത്. അവരുടെ മരണത്തിന് ഉത്തരവാദി രാജനാണെന്ന് അതിൽ എഴുതിയിരിക്കുന്നു. ഒന്ന് ഞെട്ടിയെങ്കിലും കടപ്പലും മുറുക്കിക്കൊണ്ട് രാജൻ ആ പേപ്പർ പോക്കറ്റിലേക്ക് വെച്ചു. അവസാനത്തെ തെളിവും അങ്ങനെ നശിച്ചില്ലാതായി. എന്നിട്ടും അഗ്നി എങ്ങനെ അറിഞ്ഞുവല്ലോ? രാജൻ അതുമാത്രം മനസ്സിലായില്ല. ആ പോലീസുകാരെന്തായാലും പറയില്ല. പിന്നെ എങ്ങനെ? അറിയില്ലായിരുന്നു അയാൾക്ക്. എങ്കിലും അഗ്നിയെ ഓർത്ത് അയാളിൽ ഭയം നിറഞ്ഞു. അവൻ എന്നെ എന്തെങ്കിലും ചെയ്യും മുന്നേ അവനെ തീർക്കണം, രാജൻ സ്വയം പറഞ്ഞു. അതേസമയം ഇങ്ങിവിടെ കൗസ്തുഭത്തിൽ ബാൽക്കണി നിൽക്കുകയായിരുന്നു അഗ്നി. അവന്റെ കയ്യിൽ ഒരു പേപ്പറുണ്ട്. ആ പേപ്പറിൽ സീതയുടെ കൈയക്ഷരം. തനിക്ക് നേരെ ഇനി ഒരു തെളിവില്ലാന്ന് ആശ്വസിച്ചു കഴിഞ്ഞ രാജന് നേരെയുള്ള ഏക തെളിവ് തൻ്റെ മകൾക്ക് ആ പാവസ്ത്രീ മരിക്കുന്നതിന് തൊട്ടു മുന്നേ എഴുതിയ കത്ത്. ആ കത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ ആൽബത്തിൽ. കുഞ്ഞി ജ്വാലയുടെ ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയ്ക്ക് താഴെ. അഗ്നി ആ കത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അതേസമയം തന്നെ അവൻ്റെ പുറത്ത് അവൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ശരീരം അമർന്നു. അഗ്നിയുടെ നെഞ്ചിടിപ്പ് കൂടി. ഇല്ല, ഇനിയൊന്നും മറച്ചു വെക്കേണ്ടതില്ല. ഇതുകൂടി എൻ്റെ കുഞ്ഞൻ കാണട്ടെ. അഗ്നി തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. പതിയെ ജ്വാലയെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ജ്വാല നെഞ്ചിൽ മുഖമമർത്തി അവനെ ചുറ്റിപ്പിടിച്ചു നിന്നു. തുടരും.